തിരുവിതാംകൂറിലെ 10ാമത്തെ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുവിതാംകൂറിൽ കൃഷി വകുപ്പിന് തുടക്കമിട്ട ഭരണാധികാരി. കേരളത്തിലെ ആദ്യ ദുർഗുണ പരിഹാര പാഠശാല തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നത് ശ്രീമൂലം തിരുനാളാണ്. 1897 തിരുവിതാംകൂറിലെ ദുർഗുണ പാഠശാല നിയമം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. ഈ നിയമപ്രകാരമാണ് 15 വയസ്സിന് താഴെയുള്ള കുറ്റവാസനയുള്ള കുട്ടികളെ നവീകരിക്കുക എന്ന ലക്ഷ്യത്തിൽ ഇത് സ്ഥാപിച്ചത്. 1888 ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിലും 1904 ശ്രീമൂലം പ്രജാസഭയും രൂപം കൊണ്ടു. മൈസൂരിനെ ഒഴിവാക്കിയാൽ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായി ഒരു നിയമനിർമ്മാണ സഭയുണ്ടായത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത് തിരുവിതാംകൂറിലാണ്. ഇനി അയിത്തജാതിക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. മലയാളി മെമ്മോറിയലും എതിർ മെമ്മോറിയലും ഇഴവ മെമ്മോറിയലും സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിനാണെന്ന് ഓർത്തിരിക്കുക. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് കൾസൺ. AD 1900 കൾസൺ തിരുവിതാംകൂർ സന്ദർശനം നടത്തിയത്. അതുപോലെ തന്നെ സ്വദേശാഭിമാനി പത്രത്തിലൂടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നിരന്തര വിമർശനത്തിന് വിധേയനായ ശ്രീമൂലം തിരുനാളിൻ്റെ ദിവാനായിരുന്നു P. രാജഗോപാലാചാരി. അതുപോലെ റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വത്തെ വേർതിരിച്ചത് 1922 രണ്ടിനെയും രണ്ടാക്കി എന്ന് ഓർത്തിരിക്കുക. 1922 റവന്യൂ വകുപ്പിനെയും ദേവസ്വത്തിനെയും വേർതിരിച്ചു. ശ്രീമൂലം തിരുനാളാണ് അത് ചെയ്തത്. ഇതിനുള്ള കാരണം തിരുവിതാംകൂർ ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും ദുർനടപ്പും അഴിമതിയുമൊക്കെ സ്വദേശാഭിമാനി പത്രത്തിലൂടെ പത്രാധിപരായ രാമകൃഷ്ണപിള്ള തുറന്നെഴുതി. അങ്ങനെ വിമർശനം ഏറ്റുവാങ്ങിയ ദിവാനായിരുന്നു ഈ P. രാജഗോപാലാചാരി. 1910 സ്വദേശാഭിമാനി പത്രം പൂട്ടുകയും രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്തു P. രാജഗോപാലാചാരി. 1910 സ്വദേശാഭിമാനി പത്രം പൂട്ടി മുദ്ര വെച്ചുകൊണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ മദ്രാസിലേക്ക് നാടുകടത്തുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ച ആത്മകഥാപരമായ കൃതിയാണ് എൻ്റെ നാടുകടത്തൽ എന്ന് പറയുന്നത്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആപ്തവാക്യം തന്നെ ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തില്ലൊരു നാടിനെ എന്നത് തന്നെയാണ്. ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തില്ലൊരു നാടിനെ എന്നതാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആപ്തവാക്യം തന്നെ. അതുപോലെ കേരളൻ എന്ന തൂലികാനാമത്തിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയായിരുന്നു എന്ന് ഓർത്തിരിക്കുക. ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായത് 1906 ഇനി വൈക്കം സത്യാഗ്രഹ സമയത്ത് അന്തരിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. 1924 ആണ് ശ്രീമൂലം തിരുനാൾ മരണപ്പെടുന്നത്, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആരംഭത്തിൽ. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.